بسم الله الرحمن الرحيم أيها الأولاد الطلاب الأعزاء السلام عليكم ورحمة الله. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ വീഡിയോന്റെ ബെയ്ത്തിന്റെ ഹൈറുള്ള എന്ന പോയത്തിന്റെ ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. അൽ അൻഷിത്തത്തു ദിറാസിയ, അതാണ് ഇതിന്റെ ഹെഡിങ്ങിന്റെ പേര്. അക്കാഡമിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയും. അത് തംരീൻ എക്സസൈസസ് അല്ലെങ്കിൽ അൻഷിത്തത്തു ദിറാസിയ. പിന്നെ ഒന്നാമത്തത് നുജീബു അൻ അസ്ലത്തിലാത്തിയ. നുജീബു എന്ന് പറഞ്ഞാല് നമുക്ക് ആൻസർ ചെയ്യാം. നുജീബു നമുക്ക് ആൻസർ ചെയ്യാം. അനിൽ അസ്ലത്തിലാത്തിയ, താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക്. അപ്പൊ താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാം. ഈ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം, കാരണം ഈ വാക്കുകളുടെ അർത്ഥമൊക്കെ. അപ്പോഴേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കിയാൽ ഒരു 25% നമുക്ക് പരീക്ഷയിൽ ജയിക്കാമെന്ന്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലായില്ലെങ്കിൽ നമുക്കൊന്നും എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കൽ, അതിന്റെ ചോദ്യങ്ങളുടെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഇവിടെ നുജീബു നുജീബു നമുക്ക് ആൻസർ ചെയ്യാം അനിൽ അസ്ലത്തിലാത്തിയ, താഴെ പറയുന്ന ക്വസ്റ്റ്യൻസിന്. ഏതാ ക്വസ്റ്റ്യൻ? ബി ഐ ഇസ്മിൻ. ബി ഐ ഇസ്മിൻ എന്ന് പറഞ്ഞാൽ ഏത് പേരുകൊണ്ട്. ബി ഐ ഇസ്മിൻ ഏത് പേരുകൊണ്ട് വസഫ ഷായിറു, കവി വർണ്ണിച്ചു, വതനഹു അദ്ദേഹത്തിന്റെ രാജ്യത്തെ. ബി ഐ ഇസ്മിൻ ഏത് നാമം കൊണ്ട്, ഏത് പേരുകൊണ്ടാണ് കവി അദ്ദേഹത്തിന്റെ രാജ്യത്തെ വർണ്ണിച്ചത്? അപ്പൊ അതിന് ഉത്തരം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹൈറുള്ള എന്ന ഇസ്മു കൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജ്യത്തെ വർണ്ണിച്ചത്. ഇവിടെ മലയാളത്തിൽ ഞാൻ പേര് എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഏത് പേരുകൊണ്ട്. ആ എഴുത്തൊന്നും വല്ലാതെ ഇതാവില്ല, കാരണം അത് പിന്നെ മറ്റേ പാഡിൽ എഴുതണതാണ്. അപ്പോ രണ്ടാമത്തെ ചോദ്യം ഫി ഐ മുഖാത്തഴത്തിൻ. ഇവിടെ ബി ഐ എന്ന് പറഞ്ഞപ്പോ ഏത് പേരുകൊണ്ട്, ബിക്ക് ഒരു കൊണ്ട് എന്നുള്ള അർത്ഥം ഉണ്ടാവും. ഏത് പേരുകൊണ്ട്. ഇവിടെ ഫി ഐ മുഖാത്തഴത്തിൻ ഏത് ജില്ലയിൽ, ഏത്. അപ്പൊ ഐന് അർത്ഥം ഏത്, വിച്ച് എന്നുള്ള അർത്ഥം വെക്കാം. ഫീക്ക് ഇൽ, ഫി ഐ മുഖാത്തഴത്തിൻ ഏത് ജില്ലയിലാണ് ഉലിദ ഷായിറു അൽ മൗലവി എൻ കെ അഹമ്മദ്. മൗലവി, ഈ കവിയായ മൗലവി എൻ കെ അഹമ്മദ് ഏത് ജില്ലയിലാണ് ജനിച്ചത്? ഏത് ജില്ലയിലാണ് ജനിച്ചത്? അതിന്റെ ഉത്തരാണ് കണ്ണൂർ ജില്ലയില്. അപ്പൊ ആ ചോദ്യം കഴിഞ്ഞു. ഇനി നക്തുബുൽ റിസാലത്തൽ മർക്കസിയ്യത്ത ലിൽ ബൈത്തില്ലാത്തി. നക്തുബു എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എഴുതാം. ലെറ്റ് us റൈറ്റ്, നമുക്ക് എഴുതാം. അരിസാലത്ത മെസ്സേജ് മർക്കസിയ. അരിസാലത്തൽ മർക്കസിയ എന്ന് പറഞ്ഞാൽ സെൻട്രൽ മെസ്സേജ്. ലിൽ ബൈത്തില്ലാത്തി, താഴെ പറയുന്ന പോയത്തിന്റെ വരിക്ക്. ലിൽ ബൈത്തില്ലാത്തി, താഴെ പറയുന്ന പോയത്തിന്റെ വരിക്ക്. ബൈത്ത് എന്ന് പറഞ്ഞാല് പോയം എന്നുള്ള അർത്ഥമുണ്ട്, വീട് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോ ബൈത്ത് ഷാരി എന്ന് പറയും ഈ പോയറ്റിക് ലൈൻസിന്. അപ്പൊ ഇവിടെ ഇത് പറഞ്ഞതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ലിൽ ബൈത്തില്ലാത്തി, താഴെ പറയുന്ന പോയത്തിന്റെ വരിക്ക് നമുക്കൊരു സെൻട്രൽ മെസ്സേജ് എഴുതാം എന്നാണ് നക്തുബു. ഇവിടെ നുജീബു നുജീബു നമുക്ക് ആൻസർ ചെയ്യാം. ഇവിടെ നക്തുബു നമുക്ക് എഴുതാം. അപ്പൊ ആ നൂന് ആദ്യം വരുമ്പോ, ഒരു മുളാരിയായ ഫീലിന്റെ ആദ്യം നൂന് വരുമ്പോ ഒക്കെ നാം എന്നുള്ള അർത്ഥമൊക്കെ വരിക.
ഏതാ അതിന്റെ വരി? ഫീക്ക് സുറൂ കാന്നമാഹിയ കിസ്വത്തുൻ. ഫീക്ക് സുറൂ, നിന്നിലെ ഉണ്ട് സുറൂ, കൃഷികളുണ്ട്. കാന്നമാഹിയ കിസ്വത്തുൻ, അതൊരു ഉടുപ്പ് പോലെ, ഒരു വസ്ത്രം പോലെയാണ്. മിൻസു സുന്ദുസിൻ, പട്ടിന്റെ വസ്ത്രം പോലെയാണ്. ഹുദറുൻ കുസീത്തി തജമ്മുല, നീ അതിനെ ഉടുത്താലും നല്ല ഉടുത്ത പോലെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ കൃഷിയെ പറ്റിയാണ് പച്ചപ്പിടിപ്പ്, പച്ചപ്പ് നിറഞ്ഞ ആ കൃഷികളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സെൻട്രൽ മെസ്സേജ് എഴുതാനാ പറയണത്. സെൻട്രൽ മെസ്സേജ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, എന്താണ് ഈ പദ്യം കൊണ്ട്, ഈ വരി കൊണ്ട് മറ്റുള്ളവർക്ക് കവി എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? കേരളം വളരെ ഒരു കാർഷിക രാജ്യമാണ്. വളരെയധികം കൃഷി സ്ഥലങ്ങളുണ്ട്, വളരെയധികം പേര് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ആയിരിക്കാം അതിന്റെ മെസ്സേജ്. അപ്പൊ അതൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നൊയ്തു. നൊയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് തയ്യാറാക്കാം. ഇവിടെയും കണ്ടില്ലേ, നക്തുബു, നുജീബു, ഇവിടെ നുജീബു, ഇവിടെ നക്തുബു, ഇവിടെ നൊയ്തു. അപ്പൊ നൊയ്തു നമുക്ക് തയ്യാറാക്കാം. നൊയ്തു നമുക്ക് തയ്യാറാക്കാം. ഫിഖറത്തൻ, ഒരു പാരഗ്രാഫ്. ഫിഖറത്തൻ, ഒരു പാരഗ്രാഫ്. തൊബിയാത്തി കേരള, കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ച്. തൊബിയാത്തി കേരള ജമീല, കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കാം. എരാ ലവ് ഇൽ മന്നൂമി ഹൈറുള്ള, ഹൈറുള്ള എന്ന പദ്യത്തിന്റെ വെളിച്ചത്തിൽ, ഹൈറുള്ള എന്ന പദ്യത്തിന്റെ വെളിച്ചത്തിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ച് ഒരു പാരഗ്രാഫ് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ അതിന് ഇപ്പൊ എന്തൊക്കെ എഴുതേണ്ടത്? അതിനിപ്പോ നിങ്ങളുടെ പാഠത്തിൽ തന്നെ ഉണ്ട്. അവിടെ അന്തി ജമീലത്തുൻ ജിദ്ദൻ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ തന്നെ, അന്തി ജമീലത്തുൻ ജിദ്ദൻ ബിഹാദിഹി മസാരിഅൽ ഖദ്റത്തി കസിയാബിൻ മിൻ സുന്ദുസിൻ വഫീക്കി അയലൻ ജന്നാത്തുൻ നഈമിൻ തജ്രിൽ അൻഹാറു അലാ വാദിഹ വഫിഹ മൗകൂലാത്തുൻ മുതനവ്വഅത്തുൻ. അതൊക്കെയാണ്. അതൊന്നുകൂടി ഒന്ന് വിശദീകരിച്ച് എഴുതിയ. പിന്നെ ഹദായിഖ് വഅസ്ഹാറുഹാ തബ്തസിമു കുല്ലൽ ഇബ്തിസാമത്തി വതസ്തഖ്ബിലു കുല്ലൽ ഇസ്തിഖ്ബാലി മൻ യസൂറുഹാ മഅ ഫറഹിൻ വസുറൂറിൻ ഫയകൂനു സുവാറു മുൻശരിഹീന ബിഹാദിഹിൽ മനാസിറിൽ ജമീല. അപ്പൊ ഇതൊക്കെ എഴുതിയാൽ മതി, നല്ല മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ നൊയ്തു മുദക്കറത്തൻ ഇസ്തിഹ്സാനിയത്തൻ. നൊയ്തു മുദക്കറത്തൻ, ഒരു കുറിപ്പ് എഴുതാം. നൊയ്തു തയ്യാറാക്കാം. നൊയ്തു നമ്മൾ തയ്യാറാക്കാം. മുദക്കറത്തൻ ഒരു കുറിപ്പ്, ഇസ്തിഹ്സാനിയത്തൻ ആസ്വാദന കുറിപ്പ്. ഹൗല മൻലൂമി ഖൈറുള്ള, ഖൈറുള്ള എന്ന് പറഞ്ഞ പദ്യത്തിന്റെ വെളിച്ചത്തിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ആസ്വാദന കുറിപ്പ് എഴുതാൻ. അതിനും ഏതാണ്ട് ഇതൊക്കെ എഴുതിയാൽ മതി. മറ്റേ വളരെയധികം ആരാധനാലയങ്ങളുണ്ട്. എന്തുകൊണ്ടും ഈ പോയം വളരെ ആസ്വാദ്യകരമായി തോന്നി. കാരണം കേരളത്തെ പറ്റി വളരെയധികം വർണ്ണിച്ചിട്ടുണ്ട്. അതിലെ കൃഷിസ്ഥലങ്ങളെ കുറിച്ചും, ആ കൃഷിസ്ഥലങ്ങൾ ഒരു പട്ട് വസ്ത്രം ധരിച്ച പോലെ കാണപ്പെടും. അങ്ങനെയുള്ളതൊക്കെ എല്ലാ ആരാധനാലയങ്ങളും ഒരു തീവ്രവാദമോ മതഭ്രാന്തോ കൂടാതെ പരസ്പരം വിട്ടുവീഴ്ചകളും മനോഭാവത്തോടു കൂടി പരസ്പരം ആലിംഗനം ചെയ്ത് സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെയുള്ള അതൊക്കെ കണ്ടെടുത്ത് എഴുതിയാൽ മതി. പിന്നെ നൊയ്തു അബിയാത്തൻ ബസീത്തൻ, നമുക്ക് ബെയ്ത്തുകൾ തയ്യാറാക്കാം. ഒരു പോയം
ത്തിന്റെ കുറച്ച് വരികൾ തയ്യാറാക്കാം എന്നാ പറയണത്. ആൻഡ് തബിയാത്തി കേരള, കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് വനുൻഷിദുഹ ഫി സഫി, അങ്ങനെ അത് തയ്യാറാക്കിയിട്ട് നമുക്ക് സഫില് ക്ലാസ്സിൽ അത് ഒന്ന് ആലാപനം ചെയ്യും വേണം. നുൻഷിദുഹ എന്ന് പറഞ്ഞാൽ ആലാപനം ചെയ്യുക, പാടുക, ഫി സഫി ക്ലാസ്സിൽ. അപ്പൊ അത് അതിന് കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഈ പിന്നെ വാക്കുകളൊക്കെ എടുത്ത് ഈ ബൈത്ത് പറ്റില്ല കേട്ടാ, ഈ ഇതില് പറഞ്ഞ ബൈത്ത് പറ്റില്ല, നമ്മളേതായ ഒരു ബൈത്ത് ഉണ്ടാക്കുക എന്നാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നഖ്റഹു നഖ്റഉ വനുലാഹിദു, നമുക്ക് വായിക്കാം, വനുലാഹിദു എന്നിട്ട് നമുക്ക് ഒന്ന് ഒബ്സർവ് ചെയ്യാം, വീക്ഷിക്കാം. വായിച്ചിട്ട് ഒബ്സർവ് ചെയ്യാം. എന്താ പറഞ്ഞത്? ഇൽത്തഹക്ക ജവാദ്, ഇൽത്തഹക്ക ജവാദ്, ഇൽത്തഹക്ക എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്തു. ജവാദ്, ജവാദ് ജോയിൻ ചെയ്തു. ബി മദ്രസത്തിൻ ജദീദത്തിൻ, പുതിയൊരു സ്കൂളിൽ. ഇവിടെ ബി, ഈ ബി ആണ് ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട കാര്യങ്ങൾ. ബി, അതുപോലെ ബി മദ്രസത്തിൻ ജദീദത്തിൻ, പുതിയൊരു സ്കൂളിൽ. അതുപോലെ അടുത്തതിൽ ജലസൽ വാരിദു, പിതാവ് ഇരുന്നു. ജലസൽ വാലിദു, പിതാവ് ഇരുന്നു. അലൽ കുർസി, അല ഇവിടെ അല, അലൽ കുർസി കസേരമേൽ. ഇവിടെ അൽക്കൽ ഖത്തീബു ഖുത്ബത്തൻ, ഖത്തീബ് ഒരു പ്രസംഗം ചെയ്തു, പ്രസംഗിച്ചു. ഖത്തീബ് പ്രസംഗിച്ചു. ഖത്തീബ് എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന ആള്. ഖുത്ബത്തൻ ഒരു പ്രസംഗം ചെയ്തു. എന്തിനെ പറ്റി? ഇവിടെ അനിൽ അലാഖാത്തിൽ ഇൻസാനിയ, അനിൽ അലാഖാത്തിൽ ഇൻസാനിയ, മാനുഷിക ബന്ധങ്ങളെക്കുറിച്ച്, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഖത്തീബ് ഒരു പ്രസംഗം ചെയ്തു. അപ്പൊ ഇവിടെ പിന്നെ റജാത്ത് താലിബത്തു, വിദ്യാർത്ഥിനി മടങ്ങി. താലിബത്ത് വിദ്യാർത്ഥിനി, അതുകൊണ്ട് ഇവിടെ റജാത്ത്, റജ എന്നുള്ള മാദിയായ ഫീലിന് ഒരു ത് വന്നു. റജാത്ത് ത്വാലിബത്തു, ഇത് ഫെമിനിൻ ജെൻഡറാണ്. വിദ്യാർത്ഥി മടങ്ങി. മിനൽ കൊല്ലിയത്തി, കോളേജിൽ നിന്ന്. അപ്പൊ ഇവിടെ മിനയാണ്, മിനൽ കൊല്ലിയത്തി. ഇനി അടുത്തത് നാമത്തിഫിലു, കുട്ടി ഉറങ്ങി. ഫിൽ മഹദി, തൊട്ടിലിൽ. നാമത്തിഫിലു, കുട്ടി ഉറങ്ങി. ഫിൽ മഹദി, തൊട്ടിലിൽ. അപ്പൊ ഇവിടൊക്കെ ഇപ്പൊ എന്താ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട കാര്യങ്ങള്? ഇവിടെ ബി മദ്രസത്തിൻ എന്ന് പറഞ്ഞു. ബി വന്നത് കൊണ്ടാണ് ഇവിടെ മദ്രസ എന്നുള്ളതിന് മദ്രസത്തിൻ എന്നുള്ള കെസ്ർ തൻവീൻ വന്നത്, കെസ്ർ വന്നത്. അതുപോലെ ഇവിടെ അല വന്നത് കൊണ്ടാണ് അലൽ കുർസിയെ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ കുർസിയു എന്നൊക്കെ പറയാലോ, അത് അല വന്നപ്പോ കുർസിയെ എന്ന് തന്നെ വരണം. അതുപോലെ അൻ വന്നപ്പോ അലാഖാത്തി, അനിൽ അലാഖാത്തി. അതുപോലെ മിനൽ കുല്ലിയത്തി, ഫിൽ മഹദി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിനൊക്കെ ഈ ഹർഫുകൾക്കൊക്കെ പറയുക ജറിന്റെ ഹർഫുകൾ എന്നാ പറയാം. ജറിന്റെ ഹർഫുകൾ എന്ന് പറഞ്ഞാല് ഇത് ഏതൊരു ഇസ്മിന് മുമ്പ് വന്നാലും, ഒരു നാമത്തിന് മുമ്പ് വന്നാലും, ആ നാമത്തിന്റെ അവസാനത്തിൽ അതിന് കെസ്റ ആയിരിക്കണം എന്നാണ് നിയമം. ഈ ഹർഫുകൾ ഇത് ഇങ്ങനെ ഒരു 10-20 ഹർഫുകളുണ്ട്. ഇത് മാത്രമൊന്നല്ല, ഈ 5 ഒന്നല്ല, 20 ഹർഫുകൾ ഉണ്ട് ഇതിൽ പെട്ടത്. അപ്പൊ ഇവിടെ ഇപ്പോ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അല, അൻ, മിൻ, ഇല ഉണ്ട്. ഇല ഇതിൽ പറഞ്ഞിട്ടില്ല, ഇല ഉണ്ട്. ബി, പിന്നെ വെറും ലാമുണ്ട്. അപ്പൊ ഇതൊക്കെ ആ ഹർഫുകളിൽ പെട്ടതാണ്. ഫി ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ ഒരു ഇസ്മിന്റെ മുന്നിൽ വന്നാൽ ആ ഇസ്മിന്റെ അവസാനത്തിൽ കെസ്റ ആയിരിക്കണം. അതാണ് അതിന്റെ നിയമം. പിന്നെ അടുത്തത് നുലാഹിദു അൽ അബിയാത്തില്ലാത്തിയ. അബിയാത്തില്ലാത്തിയ എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന ബെയ്ത്തുകൾ, വരികള്, അതായത് പോയറ്റിക് ലൈൻസ്. താഴെ പറയുന്ന പോയറ്റിക് ലൈൻസ് നമുക്ക് വീക്ഷിക്കാം. നുലാഹിദു
നമുക്ക് വീക്ഷിക്കാം, ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് നുവാഇമുഹ, അതിനോട് മാച്ചുള്ള അത്തസ്രീഹത്തില്ലാത്തിയ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോ ഇവിടെ നമ്മുടെ ആ ലെസണിലുള്ള 3 പദ്യങ്ങള്, 3 പദ്യത്തിന്റെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അതാണ്, ഇതൊക്കെ അതാണ്. പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ? തസ്രിഹാത്ത് കൊടുത്തിട്ടുണ്ട്. തസ്രിഹാത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ്സും ആ പദ്യത്തിന്റെ വരികളും ഒക്കെ കൂടി ഒന്ന് മാച്ച് ചെയ്തിട്ട് എഴുതണം. ഏത് പദ്യത്തിന്റെ ലൈനിന് ഇതിൽ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് മാച്ച് ചെയ്യുന്നത് എന്ന് എഴുതണം. അതാണ് പറഞ്ഞത്. നോക്കുക, കം മസ്ജിദിൻ കനീസത്തിൻ ഖദ് ആനഖ. കം മസ്ജിദിൻ, എത്ര പള്ളികളാണ്, കനീസത്തിൻ ചർച്ചുകളാണ്, ഖദ് ആനഖ അത് ആലിംഗനം ചെയ്തു നിൽക്കുന്നു, യാ കേരള അൽ ഹസന ഫീക്കിൽ ഹൈക്കല. പിന്നെ അമ്പലങ്ങളുണ്ട്. അപ്പൊ അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളും, ക്രിസ്ത്യാനികളുടെ ചർച്ചുകളും ഒക്കെ വളരെ സൗഹാർദ്ദത്തോടു കൂടി ആലിംഗനം ചെയ്ത് നിൽക്കുന്നു. ഇതിന് ഏത് സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാവുക? ഇവിടെ യഖൂലു ശാഇറു അലാ ലിസാനി അഹ്ലി കേരള ഇന്ന നുഹിബ്ബുക മുഹബ്ബത്തൻ ഖാലിസ്. ഈ കേരളയിലുണ്ട് മആബിദു മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളുണ്ട്. വന്നസാറ, ക്രിസ്ത്യാനികളുടേതുണ്ട്. വൻഹനാദിക്ക്, ഹിന്ദുക്കളുടേതുണ്ട്. വഹാദിഹി ഷാഇറു അത്തസാമുഹി, ഇത് പരസ്പര വിട്ടുവീഴ്ചയുടെ സാഹോദര്യത്തിന്റെ അടയാളങ്ങളാണ്. വല്യഹുവത്തി അൽ ഇൻസാനിയ, മാനുഷിക സാഹോദര്യത്തിന്റെയും അടയാളങ്ങളാണ്. അപ്പൊ ഇതാണ് ആദ്യത്തെ വരിക്ക് യോജിച്ച തസ്രീഹ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ ഇപ്പൊ ചിലരൊക്കെ പറയും നമുക്ക് പിന്നെ ഇവിടെ ഒരു ഇത് ഇവിടെ ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞ അർത്ഥം പറഞ്ഞിട്ട് പഠിച്ചിട്ട് തന്നെ ഇത് മനസ്സിലാക്കി എഴുതാൻ സാധിക്കണം. ഇവിടെ അങ്ങനെ ഒരു അടയാളം നോക്കിയിട്ടൊക്കെ എഴുതാം. പരീക്ഷയ്ക്ക് ജയിക്കും. കണ്ട, മസ്ജിദ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ മആബിദുൽ മുസ്ലിമീൻ. അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചെറിയ ഒരു അടയാളങ്ങളെ കൊണ്ടൊക്കെ ചിലപ്പോ നമുക്ക് മനസ്സിലാക്കിയിട്ട് പരീക്ഷയ്ക്കൊക്കെ ജയിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പോരാന്നാ ഞാൻ പറഞ്ഞത് ഇത് അർത്ഥം ശരിക്ക് മനസ്സിലാക്കി എഴുതി എഴുതണം. അപ്പോഴേ നമുക്ക് അറബി ഭാഷ പഠിയുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ പരീക്ഷയിൽ ജയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. പിന്നെ അടുത്ത വരി, ഫീക്ക് സുറൂഉ കാന്നമാഹിയ കിസ്വത്തുൻ മിൻ സുന്ദുസിൻ ഖുദറുൻ കുസീതി തജമ്മുല. അപ്പൊ ഈ വരിക്ക് യോജിച്ച സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ പറയുന്നത്? ഈ വരിക്ക് യോജിച്ചത് ഇതാ, യഖൂലു ശാഇറു അലാ ലിസാനി അഹ്ലി കേരള ഇന്നി നുഹിബ്ബുകി മഹബ്ബത്തൻ ഖാലിസത്തൻ. ഫീക്ക് സുറൂഉ കാന്നമാഹിയ കിസ്വത്തുൻ. ഇതാണ് അത് അന്നമക്കില്ലാഹു ബിനിഅമിൻ കസീറത്തിൻ ബിമുഖ്തലിഫിൽ ജിനാനിൽ ജമീലത്തി വൽ മവാരിദി വഗൈരിഹാ. ഇതാണ് അതിന്റെ ഇത് മൂന്നാമത്തതിന്റെ ആണ്. അപ്പോ പിന്നെ ശരിക്കും പറയണമെങ്കിൽ ഈ പദ്യത്തിന് ഫീക്ക് സുറൂഉ കാന്നമാഹിയ കിസ്വത്തുൻ
മിൻ സുന്ദുസിൻ ഹുമ്രുൻ ഹുദുറുൻ കുസീത്തി തജമ്മുല എന്നുള്ള പദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഒരു 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 സ്റ്റേറ്റ്മെന്റ് ഇവിടെ കാണുന്നില്ല. ഇവിടെ ഇപ്പോ ഈ മൂന്നാമത്തെ യാ കേരള നഹുവ കിഹുബൻ സ്വാദിഖൻ കല്ലാമി സുദിയാനി യഹുവൽ മൻഹല എന്നുള്ളതിന് ഇവിടെ യഖൂലു ഷായിറു യഖൂലു ഷായിറു അലാ ലിസാനി അഹ്ലി കേരള ഇന്നാ നുഹിബ്ബുക മഹബ്ബത്തൻ നുഹിബ്ബുക്കി മഹബ്ബത്തൻ ഖാലിസത്തൻ. ഇതാണ് ഇവിടെ ഇതിന് പറ്റിയ ഉണ്ടാ ഹുബ്ബൻ സ്വാദിഖൻ. ഈ രണ്ടാമത്തേന് പറ്റിയത് ഈ മൂന്നാമത്തതാണ്. ഇവിടെയാണ് മഹബത്ത് ഹുബ്. പിന്നെ ഫീക്കി സുറൂ കാന്നമാഹിയ കിസ്വത്തുൻ, അത് ഇതാണ്. യെസ്, അത് ഇതാണ്. ഖദ് ഖദ് അന്നമിക്കില്ലാഹു ബിനിയാമിൻ കസീറത്തിൻ ബിമുഖ്തലിഫിൽ ജിനാനി. അതാണ് ഫീക്കി സുറൂ അതിനുള്ളത്. പിന്നെ അപ്പോ ഏതൊക്കെയാണ് നമുക്കൊന്നുകൂടി മാർക്ക് ചെയ്യാം. കിം കമ്മിൻ മസാജിദി, കമ്മിൻ മസാജിദിൻ എന്നത് ഈ മൂന്നാമത്തത് കമ്മിൻ മസാജിദ്. പിന്നെ ഫീക്കി സുറൂ കാന്നമാഹിയ കിസ്വത്തുൻ. ഫീക്കി സുറൂ ഇതിന് ഇത് എന്താ ഫീക്കി സുറൂ. പിന്നെ മൂന്നാമത്തത് ഇത്. മൂന്നാമത്തത് യഖൂലു ഷാഇറു അലാ ലിസാനി അഹ്ലി കേരള ഇന്നാ നുഹിബ്ബുക. അതവിടെ യാ കേരള നഹുവ കിഹുബൻ സാദിഖൻ. ഇതാണ് അതിനുള്ള. അപ്പോ ഞാൻ ആദ്യം പെട്ടെന്ന് നോക്കിയപ്പോ തോന്നി അത് പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, അത് ഉണ്ട്. അപ്പോ ഇതെല്ലാവരും പഠിച്ചോളൂ. ഇനി നുലാഹിലു സൂറത്തുൽ ആത്തിയ, താഴെ പറയുന്ന ചിത്രം, സൂറത്ത് എന്ന് പറഞ്ഞ ചിത്രം വീക്ഷിക്കാം, ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് നക്തശിഫു എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. നക്തശിഫു മിൻഹ, അതിൽ നിന്ന് കണ്ടുപിടിക്കാം മുഫ്രദാത്തിൻ വാക്കുകളെ. വ നുകവ്വിനു, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം ബിഹാ ജുമലൻ, സെന്റൻസുകൾ ഉണ്ടാക്കാം, വാചകങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞ നുലാഹിദു, കണ്ട നുലാഹിദു, ഇവിടെ നക്തുബു, നുഇദ്ദു, നുജീബു, ഇതൊക്കെ പറഞ്ഞു, ഒക്കെ നാ വെച്ചിട്ടാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് 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 എന്നുള്ള അർത്ഥം വരും. നുലാഹിദു സൂറത്തല്ലാത്തിയ, താഴെ പറയുന്ന ചിത്രം നമുക്ക് വീക്ഷിക്കാം. എന്നിട്ട് വനക്തശിഫു, കണ്ട നക്തശിഫു നമുക്ക് കണ്ടുപിടിക്കാം മിൻഹ മുഫ്രദാത്തിൻ വാക്കുകളെ, വനുകവ്വിനു എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം ബിഹാ ജുമലൻ വാചകങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് ഏതൊക്കെ വാക്കുകളാണ് നമുക്ക് കിട്ടാന്ന് നോക്കാം. ഇവിടെ ആനകളുണ്ട്. ആന എന്ന് പറയുമ്പോ അൽ ഫീൽ
ആന. നിങ്ങൾ ഈ എഴുത്ത് ശരിക്കല്ല എഴുതിയിരിക്കുന്നത്. അത് പിന്നെ ബോർഡിൽ എഴുതുമ്പോ അങ്ങനെ വരുന്നുള്ളൂ. അൽഫീൽ ആന, ഫീല് എന്ന് മനസ്സിലാക്കി എടുക്കണം. പിന്നെ ഫുയൂല് ആനകൾ. ഫുയൂല് എന്ന് പറഞ്ഞാല് ആനകള്, അല്ലെങ്കിൽ അഫ്യാല്, അല്ലെങ്കിൽ ഫീലത്ത്, ഇതിനൊക്കെ പറയും. അപ്പൊ ഫീലിന്റെ ജമ്മ് ഫുയൂല്, അഫ്യാല്, ഫീലത്ത് ഇങ്ങനൊക്കെ ഉണ്ട്. അപ്പൊ ഫുയൂല് ആനകള്. പിന്നെ യസ്റുബു കുടിക്കുന്നു, യസ്റബു കുടിക്കുന്നു, യക്കുലു തിന്നുന്നു. പിന്നെ ഇവിടെ അസ്ജാറ് വൃക്ഷങ്ങള്, ഇവിടെ ദാ അസ്ജാറ് വൃക്ഷങ്ങളൊക്കെ. പിന്നെ ജബലുണ്ട്, പർവ്വതങ്ങളുണ്ട്. ഇതാ അങ്ങോട്ട് നോക്കിയാ പർവ്വതമുണ്ട്. പിന്നെ ഉസ്ബ് പുല്ലുപുഷ്പങ്ങളുണ്ട്, പുല്ലുപുഷ്പങ്ങള്. പിന്നെ മൻലാറുൻ ജമീൽ, നല്ല പ്രകൃതി ഭംഗി, നല്ല ഭംഗിയുള്ള സൈറ്റ്. അങ്ങനെ നമുക്ക് ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് വാചകങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് അപ്പൊ അൽഫീലു യസ്റബുൽ മാ, ഇവിടെ അൽഫീലു യസ്റബുൽ മാ, ആന വെള്ളം കുടിക്കുന്നു, ആന വെള്ളം കുടിക്കുന്നു. അൽഫീലു യസ്റബുൽ മാ, ആന വെള്ളം കുടിക്കുന്നു. പിന്നെ അപ്പൊ ഇനി അതുപോലെ അൽഫീലു യൗക്കുലുൽ ഉസ്ബ എന്ന് പറയാം. യൗക്കുലുൽ ഉസ്ബ, അൽഫീലു ആന, യൗക്കുലുൽ ഉസ്ബ പുല്ലുപുഷ്പങ്ങള്, യൗക്കുലു തിന്നുന്നു. അതുപോലെ ഹുനാക അസ്ജാറുൻ കസീറുൻ, ഹുനാക അസ്ജാറുൻ കസീറുൻ, അവിടെ വളരെയധികം വൃക്ഷങ്ങളുണ്ട്. അതുപോലെ ഹുനാക ജബലുൻ, ഹുനാക ജബലുൻ, അവിടെ ഒരു പർവ്വതമുണ്ട്. അങ്ങനെ ഉള്ള വാക്കുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒബിഹാദ അസ്സൂറത്തു മൻളറുൻ ജമീലുൻ. അങ്ങനെയുള്ള വാചകങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോ എത്രയാണ് ഇപ്പൊ ഇന്ന് എടുക്കുന്നത്? രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. പിന്നെ +2 കുട്ടികൾക്ക് ഉള്ളതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഞാൻ വീണ്ടും ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യും. തന്നെയല്ല, ഇംഗ്ലീഷിന്റെ വീഡിയോ കൂടി ഇടാനുള്ള ഉദ്ദേശമുണ്ട്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. +2-നൊക്കെ നല്ല മാർക്ക് കിട്ടാനും അറബി ഭാഷയിൽ നല്ല കഴിവുണ്ടാവാനും ഒക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങളൊക്കെ പഠിക്കുക. അസ്സലാമു